അതിലെ ഇന്നെന്താ സ്പെഷ്യല്? ഇന്ന് ഉച്ചത്തേക്ക് റൈസ് അനിയത്തി ആക്കുന്നുണ്ട്. കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്, കുട്ടി കുട്ടി പീസായിട്ട് ചെയ്തത്. തീരപ്പൊടിയല്ല, ഒരു മീഡിയം സൈസ് ചെയ്തതുണ്ട്. അപ്പൊ നമുക്ക് ഒരു ചിക്കൻ സ്റ്റൂ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഭയങ്കര സിമ്പിൾ ആട്ടോ ഇത് ഉണ്ടാക്കാൻ. നല്ല സിമ്പിളാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ ഈ ഗീ റൈസിനൊക്കെ നെയ്ച്ചോറില്ലേ, അതിന് അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. നമുക്ക് നേരെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ സ്റ്റൂവിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു 2-3 അത് നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാം. കുറച്ച് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പച്ചമുളക്, സവാള. ഇതിപ്പോൾ ഒരു 2 സവാള, ഒരു വലിയ സവാളയും ഒരു ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളകുണ്ട്. ഇത് 2 ക്യാരറ്റാണ്. ഒരു 3 ഉരുളക്കിഴങ്ങ്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത്. മെയിൻ സാധനങ്ങളാട്ടോ ഇരിക്കുന്നത്. സ്പൈസസ് ആണ് നമുക്ക് വേണ്ടത്. പിന്നെ കറിവേപ്പില. ഉള്ളി നമുക്ക് ഇത്ര ആവശ്യമില്ല, ഒരു 2 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനാവശ്യമായിട്ടുള്ള പൊടികൾ കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാഷ്നട്ട് കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇതുകൂടി അരച്ചിട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ഇങ്ങനെ കുറുകി വരും. ലാസ്റ്റ് നമ്മൾ കടുക് താളിച്ചെടുക്കണം. അതിന് കടുകും ഉണക്കമുളകും പിന്നെ കറിവേപ്പില നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ കാണിച്ച ഉള്ളിയിൽ നിന്ന് കുറച്ച് ഇതിലൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ കടുക് വറുത്തെടുക്കുക കേട്ടോ. അപ്പം നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ട സാധനം തേങ്ങാപ്പാലാണ്. ഇത് 1-ാം പാല് 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് വേണ്ടതാണ്. അപ്പോൾ നമ്മൾ സ്റ്റൂ വയ്ക്കുന്നത് ഈ പാത്രത്തിലാണ്. ഇപ്പം നല്ല ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിലിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ സ്പൈസസ് കൂടി നമുക്ക് എണ്ണയിലൊന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം ഇത് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത സ്പൈസസ് ഒക്കെ ഒന്ന് ജസ്റ്റ് മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് ആവശ്യമില്ല കേട്ടോ. നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല വേണ്ടത്, ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞ ഇട്ടാൽ മതി കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക. നമുക്കിത് ആ സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് ഇടണം കേട്ടോ. സവാള ഫുള്ള് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചായിട്ടാണ് നമ്മൾ സാധനങ്ങൾ എടുക്കേണ്ടത് കേട്ടോ. ചിക്കൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ കൂടുതലായിട്ട് സവാള ഈ സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ കൂട്ടിയെടുക്കാൻ നോക്കുക. നമുക്ക് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സവാള കുറച്ചൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. പകുതി ഇട്ട് കൊടുത്താൽ മതി. ബാക്കി നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. സവാള ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികളുടെയൊക്കെ ഒരു പച്ചമണം പോകുന്ന സമയം വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ മസാലയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതിലേക്ക് കാഷ്നട്ട് അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കാഷ്നട്ടിനൊരു പച്ച സ്മെല്ലുള്ളതാണ്, അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇപ്പോഴേ ഇട്ട് കൊടുക്കുന്നത്. നമുക്കിനി ഒന്ന് കുറച്ച് നേരം ഈ ക്യാരറ്റൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. നമുക്ക് അതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടി ഇടാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കാരണം ഈ ചിക്കനിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇനി എന്തായാലും ഇറങ്ങും. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക, അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം വെള്ളമൊക്കെ ഇറങ്ങി കുറച്ചൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് പാൽ നമ്മൾ ലാസ്റ്റാണ് കേട്ടോ ഒഴിക്കുക. ഇനി ബാക്കി ഇത് വേവേണ്ടത് ഈ രണ്ടാം പാലിൽ കിടന്നിട്ടാണ്. അത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ചിക്കൻ ഒക്കെ കറക്റ്റ് വേവായിട്ട് വരും. നമ്മുടെ ഉരുളക്കിഴങ്ങും ചിക്കനും ഒക്കെ കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വയ്ക്കാം കേട്ടോ. ഫസ്റ്റ് പാൽ നമുക്ക് ഒഴിക്കേണ്ട സമയമായിട്ടുണ്ട്. കണ്ടോ, ഉരുളക്കിഴങ്ങ് നല്ല വെന്തിട്ടുണ്ട്. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല. ആവി വരുമ്പോഴത്തേക്ക് അത് ചൂടായി നല്ല ആവി വരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്തിൽ തന്നെ നമുക്ക് മാറ്റാം. സിമ്മിൽ തന്നെ വെക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ സ്റ്റൂടെ റെഡി ആയിട്ടുണ്ട്. പറഞ്ഞ പോലെ ഒന്നാം പാൽ ഒഴിച്ചിട്ട് തിളയ്ക്കാൻ വിടരുത്. ചെറുതായിട്ടൊന്ന് ചൂടായതും ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റൂ ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഒന്നിട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മല്ലിയില ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൽ കടുക് താളിച്ചൊഴിക്കണം. എണ്ണ നന്നായി ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ കടുകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഉണക്കമുളക്, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൊരിഞ്ഞ് വരണം കേട്ടോ. ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന രീതിയിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ അതായത് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൂവിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് പാകത്തിനാണ് ഞാനവിടെ ഇറക്കി വെച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ കുക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം കേട്ടോ. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.